റിപ്പോർട്ട് ബ്രേക്കിംഗ്. അത്യപൂർവമായൊരു പ്രതിസന്ധിയാണ് പുതിയ UDF സർക്കാരിനെ ബാധിച്ചിരിക്കുന്നത്. നടപടി ദൂഷ്യത്തിന്റെ പേരിൽ വകുപ്പ് സെക്രട്ടറിമാരായ IAS ഉദ്യോഗസ്ഥരെ ഒന്നൊന്നായി വിളിച്ചു വരുത്തുകയാണ് ഹൈക്കോടതി. കശുവണ്ടി കോർപ്പറേഷനിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് 2 സെക്രട്ടറിമാരെ വിളിച്ചു വരുത്തി ശാസിച്ചു. ഇപ്പോൾ ഇതാ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഇന്ന് ഹാജരാകേണ്ടി വരുന്നു. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ S. ശ്രീജിത്തിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. സർക്കാരിലെ ഉന്നതർപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ വിവരങ്ങൾ അനിൽ ഇമ്മാനുവൽ നൽകും. അനിൽ, ഇതൊരു അസാധാരണമായൊരു പ്രതിസന്ധിയാണ് അല്ലേ? ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് പോലും ചില സാഹചര്യങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരെ കോടതി നേരിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ പക്ഷേ ഇത് ചില പ്രത്യേക നടപടിക്രമങ്ങളിൽ വന്നിരിക്കുന്ന വീഴ്ച, കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരുന്നതിൻ്റെ പേരിലാണ് ഉദ്യോഗസ്ഥർ വന്ന് നിൽക്കേണ്ടി വരുന്നത്. രൂക്ഷമായ ഭാഷയിലാണ് കോടതിയുടെ പ്രതികരണം ഈ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും. ഇന്നിപ്പോൾ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി തന്നെ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് വരികയാണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? ഒരു അസാധാരണമായ സാഹചര്യമുണ്ടോ അനിൽ ഇമ്മാനുവൽ? അരുൺകുമാർ, തീർച്ചയായിട്ടും വളരെ അസാധാരണമായ സാഹചര്യം എന്ന് തന്നെ പറയണം. കാരണം നമുക്കറിയാം, അരുൺ പറഞ്ഞതുപോലെ മുൻപൊക്കെ ഉദ്യോഗസ്ഥരെ കോടതി വിളിച്ചു വരുത്താറുണ്ട്, അതിൽ പുതുമയില്ല. പക്ഷേ ഇത് ചുരുങ്ങിയ സമയം കൊണ്ടാണ്, ഈ സർക്കാർ മാറി വന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് മൂന്നാമതൊരു ഉദ്യോഗസ്ഥനാണ്, അതും ഏറ്റവും വകുപ്പിന്റെ അധ്യക്ഷനായ വകുപ്പ് സെക്രട്ടറിയായ ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറിയാണ് ഹാജരാകേണ്ടി വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇതിന് മുൻപുണ്ടായത് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. കശുവണ്ടി അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ AP മുഹമ്മദ് അനീഷ്, K. ബിജു എന്നിങ്ങനെ 2 ഉദ്യോഗസ്ഥർ ഹാജരായി മാപ്പ് അപേക്ഷിക്കേണ്ടി വന്നു, നിരുപാധികം മാപ്പ് അപേക്ഷിക്കേണ്ടി വന്നു. AP മുഹമ്മദ് അവരെയൊക്കെ കോടതി കൈകാര്യം ചെയ്യുന്നതിനെ നമ്മൾ കണ്ടതാണ്. വളരെ രൂക്ഷമായ വിമർശനമാണ് അവർക്കെതിരെ ഉന്നയിച്ചത്. പക്ഷേ അതിനുശേഷം വീണ്ടും മറ്റൊരു ആഭ്യന്തര വകുപ്പ് സർക്കാരിന്റെ ഏറ്റവും സുപ്രധാനമായ വകുപ്പിന്റെ അധ്യക്ഷൻ തന്നെ ഇതുപോലെ വരേണ്ടി വന്നിരിക്കുന്നു. കോടതി കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ വിളിച്ചു വരുത്താനുള്ള ഉത്തരവിട്ടുകൊണ്ട് കോടതി വാക്കാൽ പറഞ്ഞത് അയാൾക്ക് ചില കുഴപ്പങ്ങളുണ്ട്, മാറുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. അത് റെക്കോർഡ് ചെയ്തിട്ടില്ല, എങ്കിൽ പോലും നമ്മൾ കേട്ടതാണത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആ തരത്തിൽ രൂക്ഷമായി കോടതിയുടെ അതൃപ്തി ഇരന്നു വാങ്ങിയിരിക്കുന്നു ഈ ഉദ്യോഗസ്ഥർ എന്ന് വേണം പറയാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് DGP റാങ്കിലേക്ക് പ്രമോഷൻ നൽകി S. ശ്രീജിത്തിനെ ചൊല്ലിയുള്ള വിവാദം തന്നെയാണ്. ശ്രീജിത്ത് ഉൾപ്പെട്ട 2 വിഷയങ്ങളാണ് ഇതേ ബെഞ്ചിന് മുമ്പിൽ, ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ മുൻപിൽ വിജിലൻസ് അന്വേഷണത്തിന് അനുമതിക്കായി പരിഗണനയ്ക്ക് വന്നിരിക്കുന്നത്. അതിൽ 2ലും സർക്കാർ പരിശോധിക്കുന്നുണ്ട് എന്ന് കോടതിക്ക് ഉറപ്പ് നൽകുകയും അതിന് അങ്ങനെ സമയം നീട്ടി വാങ്ങുകയും അതിനുശേഷം ഇതിനിടയിലുള്ള സമയത്ത് ശ്രീജിത്തിനെ പ്രൊമോട്ട് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇതാണ് കോടതി ഏറ്റവും അധികം പ്രകോപിപ്പിച്ചത്. അതിനുശേഷം വീണ്ടും കഴിഞ്ഞ ആഴ്ച അതിൽ രണ്ടാമതൊരു വിഷയം, S. ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നപ്പോൾ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന അഴിമതികളിൽ 5 കാര്യങ്ങൾ നമ്മൾ നേരത്തെ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോർട്ടിന്റെ കമ്മീഷണറേറ്റിലെ അഴിമതി മുതൽ അദ്ദേഹത്തിന് വിദേശയാത്രയും മറ്റും അടക്കമുള്ള വിവരങ്ങൾ, അതിൽ പരിശോധനയ്ക്കായി അതിലെ പരാതിക്കാരനെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്താൻ കോടതി നിർദ്ദേശിച്ചു. അത് മൊഴി രേഖപ്പെടുത്തിയോ, എന്താണ് അതിന്റെ നടപടി എന്ന് പോലും കഴിഞ്ഞ ആഴ്ച ഈ കേസ് പരിഗണിച്ചപ്പോൾ ആഭ്യന്തര വകുപ്പ് അറിയിക്കുന്നില്ല. അതോ വീണ്ടും സമയം നീട്ടി ചോദിക്കുന്നു. എന്നാൽ ശ്രീജിത്തിന്റെ വിജിലൻസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഒരു വിവരവും അറിയിക്കുന്നുമില്ല. അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു, കോടതിയോട് ഒരു വിശദീകരണവും നൽകാതെ. ഈ സാഹചര്യത്തിലാണ് കോടതി വീണ്ടും കഴുത്തിന് പിടിച്ചെന്ന പോലെ ഉദ്യോഗസ്ഥരെ നേരിട്ട് ഇവിടെ വരൂ എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് 4-ാം നമ്പറായിട്ടാണ് കേസ് പരിഗണിക്കുന്നത്. 10:15 കോടതിക്കാരിൽ ഒരു 11 മണിക്കുള്ളിൽ അത് തീരുമാനം അറിയാം. സർക്കാരിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കറിയാം, കശുവണ്ടി അഴിമതി കേസിൽ അത് രാഷ്ട്രീയ താല്പര്യമായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് എല്ലാവർക്കും. കശുവണ്ടി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാതിരിക്കുകയും കോടതി നിർദ്ദേശിച്ച ശേഷം അത് കോടതിയുടെ നിർബന്ധം കൊണ്ടാണ് നൽകുന്നത് എന്ന് എഴുതി നൽകിയതിന്റെ പേരാണ് K. ബിജുവിനെ വിളിച്ചു വരുത്തിയത്. പിന്നീട് മാപ്പ് അപേക്ഷിച്ച് അതിൽ നിന്ന് തലയൂരുന്ന സാഹചര്യം, അത് ആ കേസിൽ കോടതി അലക്ഷ്യ കേസ് ഇപ്പോഴും പൂർണ്ണമായി തീർന്നിട്ടില്ല. അതിനുശേഷം ഈ വിഷയത്തിലാണെങ്കിൽ S. ശ്രീജിത്തിന് ഇത് സംരക്ഷണം നൽകുന്നത് സർക്കാരാണോ അതോ ഈ ഉദ്യോഗസ്ഥരാ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അരുൺ, ഓക്കെ, താങ്ക് യു മുഹമ്മദ് റിയ. ക്ഷമിക്കണം, അനിൽ ഇമ്മാനുവലാണ് വിവരങ്ങൾ നൽകിയത്.